നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഹാപ്പിയല്ലേ ഓരോ പ്രവാസികളും? വാർത്തയിലേക്ക്. ഇന്ത്യൻ പ്രവാസികൾക്ക്, അതായത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് പുത്തൻ പ്രതീക്ഷയുമായി അബുദാബിയുടെ ഇത്തിഹാദ് എയർവേസും ഷാർജയുടെ എയർ അറേബ്യയും ചേർന്ന് എയർ അറേബ്യ അബുദാബി എന്ന പേരിൽ ബഡ്ജറ്റ് വിമാന സർവീസ് തുടങ്ങുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് പ്രവാസികൾക്ക് ആശ്വാസം തന്നെയാണ് സമ്മാനിക്കുന്നത്. എയർ അറേബ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2003 തുടങ്ങിയ എയർ അറേബ്യയ്ക്ക് 54 വിമാനങ്ങളാണുള്ളത്. 170 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുമുണ്ട്. ഇന്ത്യയിലേക്ക് കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ എയർ അറേബ്യ നാളുകളായി താല്പര്യപ്പെടുന്നു. ഇതിനുള്ള ചർച്ചകൾ വ്യോമയാന മന്ത്രാലയവുമായി നടക്കുന്നുണ്ട്. കുതിച്ചുയരുന്ന വിമാന ടിക്കറ്റ് റേറ്റ് സാധാരണക്കാരെ തെല്ലൊന്നുമല്ല ആശങ്കയിലായിരുത്തുന്നത്. ഇതിനൊരു പക്ഷേ പുതിയ എയർ അറേബ്യ നല്ലൊരു ആശ്വാസമായി തന്നെയാണ് രംഗത്തെത്തുന്നത്. സീസണുകളിൽ കൂടുതൽ സർവീസുകൾ ഇല്ലാത്തതും ഉള്ളതിൻ്റെ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നതും പലപ്പോഴും സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് സമ്മാനിക്കുന്നത്. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സാധാരണക്കാരിൽ പലരും വേനലവധിക്ക് നാട്ടിൽ പോകാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 30 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് UAEയിൽ മാത്രമുള്ളത്. ഇവരിൽ പകുതിയിലേറെയും മലയാളികളാണ്. എയർ കേരളയെക്കുറിച്ച് ഉള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെയാണ് ഫലവത്താകേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, UAEയിലുള്ളത് എത്രയോ മലയാളികളാണ്. ഇവർക്ക് ആശ്വാസമാവുന്നൊരു തീരുമാനം ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി UAEയിൽ നിന്നും മാത്രം ആഴ്ചയിൽ 1068 സർവീസുകൾ ഇന്ത്യയിലുള്ളത്. ഇവയിൽ 400 വിമാനങ്ങൾ UAE കമ്പനികളുടെയും 500-ലധികം വിമാനങ്ങൾ ഇന്ത്യൻ കമ്പനികളുടേതുമാണ്. UAE വിമാനങ്ങൾ മാത്രം 1,38,000-ലധികം യാത്രക്കാരെ കൊണ്ടുവരുന്നു. ഇന്ത്യൻ നഗരങ്ങളിലേക്ക് UAEയിൽ നിന്ന് തിരിച്ചും കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ച ജൂണിൽ ന്യൂഡൽഹിയിൽ നടന്നിരുന്നു. ചരക്ക് വിമാന സർവീസുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനാണ് പുതിയ ആലോചന. അതേസമയം ഇത്തിഹാദുമായി കോഡ് ഷെയറിംഗ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ജെറ്റ് എയർവേസ് നിർത്തിയതുമൂലം കേരളമടക്കം ഇന്ത്യയുടെ വിവിധ സെക്ടറുകളിലേക്കുള്ള സർവീസുകളാണ് ഇല്ലാതായത്. ജെറ്റ് എയർവേസ് ആഴ്ചയിൽ 40 സർവീസുകൾ വരെ നടത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പരിഹാരമെന്ന നിലയ്ക്ക് കൂടിയാണ് എയർ അറേബ്യയുമായി സഹകരിച്ച് ബഡ്ജറ്റ് വിമാന സർവീസ്, അതായത് ഇത്തിഹാദ് തുടങ്ങുന്നതെന്ന് ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാനാകും. എന്തായാലും അത്തരത്തിലുള്ളൊരു യാത്ര പ്രവാസികൾക്ക് നല്ല പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത്തരത്തിലൊരു പ്രതീക്ഷ സബലീകരിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.